ഇവിടെ പി സി ജോർജ് പറഞ്ഞ അഭിപ്രായങ്ങൾ വളരെ സംഗതമായിട്ടുള്ളവയാണ്, പ്രധാനപ്പെട്ടവയാണ്. ബാലേന്ദ്രൻ ഇവിടെ പറഞ്ഞല്ലോ, എൽ കെ അദ്വാനിക്ക് എന്ത് സംഭവിച്ചു, മുരളി മനോഹർ ജോഷിക്ക് എന്ത് സംഭവിച്ചു, അവരും വി എസും തമ്മിൽ അടിസ്ഥാനപരമായിട്ടൊരു വ്യത്യാസമുണ്ട്. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 2013 സെപ്റ്റംബർ 13 ബി.ജെ.പിയുടെ ഉന്നതാധികാര കമ്മിറ്റി കൂടിയിട്ട് നരേന്ദ്രമോദിയാണ് പാർട്ടിയെ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നയിക്കേണ്ടത് എന്ന് തീരുമാനിച്ചു. ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 9 മാസം മുമ്പ് തീരുമാനിച്ചു. അന്ന് തന്നെ അദ്വാനിക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നു, ജോഷിക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ അഭിപ്രായങ്ങൾക്ക് പിന്നെ വില കിട്ടിയില്ല. നരേന്ദ്രമോദി മുന്നിൽ നിന്ന് നയിച്ചു. അത് വളരെ പ്രധാനമാണ്. മുന്നിൽ നിന്ന് നയിച്ചു, അദ്ദേഹം പ്രധാനമന്ത്രിയായി. സ്വാഭാവികമായിട്ട് സംഭവിച്ച കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ മുതിർന്ന നേതാക്കളെ ഒരു മാർഗനിർദ്ദേശക മണ്ഡലം ഉണ്ടാക്കി ഒരു സ്ഥലത്തിരുത്തി. അതാണ് ഉണ്ടായത്. ഇവിടെ സംഭവിച്ച അങ്ങനെയല്ല, മറിച്ചാണ്. ഇവിടെ വി എസ് അച്യുതാനന്ദൻ മുമ്പിൽ നിന്ന് നയിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വിജയം പിണറായി വിജയൻ പോക്കറ്റ് അടിച്ചെടുത്തു. പോക്കറ്റ് അടിയാണ് നടന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ കൺസോലേഷൻ പ്രൈസ് അല്ല കൊടുത്തത്. ഇവിടെ വി എസിന് അടിച്ച ലോട്ടറി ടിക്കറ്റ് പിണറായി മോഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് അടക്കം എന്തൊരു പ്രശംസയാണ്. ഇത്ര നാളും പിണറായി വിജയനെ കുറിച്ച് അസംബന്ധം പറഞ്ഞുകൊണ്ടിരുന്ന, അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന പത്രങ്ങൾ, മാധ്യമങ്ങൾ, മലയാള മനോരമ എഴുതുന്നു, മാതൃഭൂമി എഴുതുന്നു, ഏഷ്യാനെറ്റ് പറയുന്നു. ഇന്നലത്തെ നിങ്ങളുടെ ആ സത്യപ്രതിജ്ഞാ സമയത്തുള്ള റണ്ണിംഗ് കമന്റ് കണ്ടിട്ട് എന്റെ തൊലി മുഴുവൻ പൊളിഞ്ഞു പോയി. ഇപ്പൊ എന്റെ പഴയ തൊലിയല്ല, പുതിയ തൊലിയാണ്. തൊലി പൊളിഞ്ഞു പോയി. നാണിച്ച് ലജ്ജ കൊണ്ട് എന്റെ ശിരസ് താന്നുപോയി. ഞാൻ ഏഷ്യാനെറ്റ് കണ്ടത് ഇദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ. നാണമായി പോയി. എന്തൊരു പ്രശംസയായിരുന്നു. ഇങ്ങനെയൊക്കെ പ്രശംസിക്കാമോ? ഈ പിണറായി വിജയൻ നമുക്കറിയാവുന്നല്ലേ. ഇനി അദ്ദേഹം നല്ല മുഖ്യമന്ത്രി ആയിക്കോട്ടെ, നന്നായിട്ട് ഭരിക്കട്ടെ, ഭരിച്ച് തെളിയിക്കട്ടെ കഴിവ്. ഇപ്പോഴല്ല പ്രശംസിക്കേണ്ട, അദ്ദേഹത്തിന്റെ ഭരണം കഴിയുമ്പോൾ പറയണം. മാധ്യമ വിമർശനത്തിലുള്ള സമയമായിട്ട് ഉപയോഗിക്കല്ല. ഇപ്പൊ വി എസ് അച്യുതാനന്ദൻ കിട്ടിയപ്പോ ഇതുപോലൊരു കൊള്ളരുതാത്തതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അധികാര ദുർമോഹി, അയാൾക്ക് ക്യാബിനറ്റ് റാങ്ക് വേണം, മന്ത്രിമന്ദിരം വേണം, കാറ് വേണം, ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇതൊക്കെ വളരെ മോശമാണ് ബീനു. ഇത് ഞാൻ ഏഷ്യാനെറ്റിന് മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും ഉദ്ദേശിച്ചാൽ പറയുന്നത്. ഇങ്ങനെയൊന്നും ഒരാളെ പറ്റിയും പറയരുത്. പെട്ടെന്ന് പിണറായി വിജയൻ ഒരു പുതിയ ബിംബമായിട്ട് ഉയർന്നു വരുന്നു. വി എസ് അച്യുതാനന്ദൻ വളരെ കൊള്ളരാത്തവൻ, നീചൻ, നികൃഷ്ടൻ, എന്തിനും കൊള്ളാത്തവൻ, ചവറ്റുകോട്ടയിൽ കിടക്കേണ്ടവൻ, ഇങ്ങനെയൊക്കെ പറയുന്നത് മാധ്യമധർമ്മത്തിന് നിരക്കുന്നതല്ല. നിങ്ങൾ ആ എം ജി രാധാകൃഷ്ണനോട് സമയം പോലെ ചോദിച്ചാൽ മതി. അദ്ദേഹം ഇതൊക്കെ പഠിച്ച് പാസ്സായി വലിയ ഉന്നത ബിരുദം നേടിയിട്ടുള്ള ആളാണ്. എനിക്ക് രാധാകൃഷ്ണനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ലജ്ജ തോന്നുന്നത്, നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല.